ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. 2023 നടന്ന 10th മെയിൻസ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഫൈനൽ ആൻസർ കീ വെച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പട്ടികയിൽ നിന്ന് ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ഒൺലി 4. ഇവിടെ തന്നിരിക്കുന്നത് കുറച്ച് കൃതികളും അത് എഴുതിയ എഴുത്തുകാരും അതേത് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നതെന്നുമാണ്. അതിലിവിടെ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ 4 തെറ്റായത് ഇതാണ്: രംഗഭൂമി പ്രേംചന്ദ്, ബംഗാള്. രംഗഭൂമി രചിച്ചിരിക്കുന്നത് പ്രേംചന്ദ് തന്നെയാണ്, പക്ഷേ അത് ബംഗാളി ഭാഷയിലല്ല, ഹിന്ദി ഭാഷയിലാണ്. രംഗഭൂമി രചിച്ചിരിക്കുന്നത് പ്രേംചന്ദാണ്, ഹിന്ദി ഭാഷയിൽ. ഇനി ശരിയായോന്ന് നോക്കാം. ആനന്ദമഠം ബങ്കിം ചന്ദ്ര ചാറ്റർജി, ബംഗാള്. നീൽദർപ്പൺ ദീനബന്ധു മിത്ര, ബംഗാള്. ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോർ, ബംഗാള്. താഴെ പറയുന്നവയിൽ ഏതു പ്രസ്ഥാനമാണ് ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ടത്? ഓപ്ഷൻ ബി ഒൺലി 2, സിയോണിസ്റ്റ് പ്രസ്ഥാനം. പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ്. ആരുടെ വാക്കുകളാണിവ? ഓപ്ഷൻ സി ഒൺലി 2, മുസോളിനി. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചേര രാജാക്കന്മാരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ചരിത്ര സ്രോതസ്സുകളിൽ ഒന്നാണ് ഓപ്ഷൻ എ ഒൺലി 1, 10 11-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വംശീയ വലിചരിതമാണ്. ഓപ്ഷൻ ബി ഒൺലി 2, മൂഷകവംശ മഹാകാവ്യം. പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക. ഓപ്ഷൻ സി ഒൺലി 3 and 4. തെറ്റായ പ്രസ്താവന ഇതൊക്കെയാണ്: സവർണജാഥ, ഗുരുവായൂർ സത്യാഗ്രഹം, മന്നത്ത് പത്മനാഭൻ. ഈ പോയിന്റ് ഒന്ന് കറക്റ്റ് ചെയ്യാവേ. സവർണജാഥ, വൈക്കം സത്യാഗ്രഹം, മന്നത്ത് പത്മനാഭൻ. അതായത് സവർണജാഥ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് നടന്നത്. അതിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. അടുത്ത പോയിന്റ്, ക്ഷേത്രപ്രവേശന വിളംബരം ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ, കൊച്ചി മഹാരാജാവ്. ഇനി ഇതൊന്ന് കറക്റ്റ് ചെയ്യാം. ക്ഷേത്രപ്രവേശന വിളംബരം ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ, തിരുവിതാംകൂർ മഹാരാജാവ്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. അദ്ദേഹം തിരുവിതാംകൂർ മഹാരാജാവാണ്. ഇനി ഇവിടുത്തെ ശരിയായ പോയിന്റ്സ് വായിക്കാം. വാഗൺ ട്രാജഡി, മലബാർ കലാപം 1921. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടന്ന തീവണ്ടി ദുരന്തമാണ് വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി നടന്നത് 1921. അടുത്ത പോയിന്റ്, പുന്നപ്ര വയലാർ സമരം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ 1946. പുന്നപ്ര വയലാർ സമരം നടന്നത് 1946 അതിൻ്റെ മുദ്രാവാക്യമാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. താഴെ പറയുന്ന 4 പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ഒൺലി 2 and 4. 2ഉം 4ഉം പ്രസ്താവനകൾ ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: ഇന്ത്യയിലെ ആകെ റോഡ് ദൈർഘ്യത്തിൻ്റെ 80% ഗ്രാമീണ റോഡുകളാണ്. ചതുഷ്കോണ സൂപ്പർ ഹൈവേകളുടെ നിർമ്മാണ ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ്. ഇനി തെറ്റായ പ്രസ്താവനകളൊന്ന് നോക്കാം. തെറ്റായ പ്രസ്താവനകൾ: ഇന്ത്യയിലെ ദേശീയപാതകൾ, സംസ്ഥാന ഹൈവേകൾ എന്നിവയുടെ നിർമ്മാണ ചുമതല സംസ്ഥാന സർക്കാരുകൾക്കാണ്. ഈ പോയിന്റ് തെറ്റാണ്. ഇന്ത്യയിലെ ദേശീയപാതകൾ, സംസ്ഥാന ഹൈവേകൾ എന്നിവയുടെ നിർമ്മാണ ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ്. അടുത്ത പോയിന്റ് തെറ്റായിട്ടുള്ളത്: ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് റോഡ് ഗതാഗതം. ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം റോഡ് ഗതാഗതം അല്ല. ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം ജലഗതാഗതമാണ്. വൈവിധ്യമാർന്ന സവിശേഷതകളാൽ സമ്പന്നമാണ് ഉപദ്വീപീയ പീഠഭൂമി.
ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് യോജിച്ച വസ്തുത തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ സി only 1, 2 and 3. 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. 1, 2, 3 ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ ഉൾപ്പെടുന്ന പ്രദേശം, മഹാനദി ഗോദാവരി എന്നീ നദികളുടെ ഉത്ഭവ പ്രദേശം ധാതുക്കളുടെ കലവറ എന്നു വിളിക്കുന്നു. ഇത് 3 ശരിയാണ്. 4ാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. തെറ്റായ പ്രസ്താവന ഇതാണ്: ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയല്ല, ഉത്തര മഹാസമതലമാണ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഒരു അവസാദ ശിലയ്ക്ക് ഉദാഹരണം. ഓപ്ഷൻ ബി only 2. കൽക്കരി. അവസാദ ശില കൽക്കരിയാണ്. ഗ്രാനൈറ്റ്, ബസാൾട്ട്, ഗാബ്രോ ഇത് 3 ആഗ്നേയശിലകളാണ്. ആഗ്നേയശിലകൾ അറിയാനുള്ള കോഡ് ഞാൻ ഷോർട്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനിയുള്ളത് 10ാമത്തെ ക്വസ്റ്റ്യനാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ PSC ഫൈനൽ ആൻസർ കീയിൽ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ആ ചോദ്യം വായിക്കുന്നുമില്ല, നിങ്ങളോട് അത് പറയുന്നുമില്ല. കാരണം നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. ലോക ഓസോൺ ദിനമായി ആചരിച്ചു വരുന്ന ദിനം ഏതാണ്? ഓപ്ഷൻ എ only 1, സെപ്റ്റംബർ 16. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ഓൾ ഓഫ് ദി എബോ. തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ്. പ്രസ്താവനകൾ ഇതൊക്കെയാണ്: ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്. ഒരു ഖാരിഫ് വിളയാണ്. ഉയർന്ന താപനിലയും ധാരാളം മഴ ലഭിക്കുന്ന ഭാഗങ്ങളിലും കൃഷി ചെയ്യുന്നു. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. 5ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. 3 ശരിയാണ്. പ്രസ്താവനകൾ ഇതൊക്കെയാണ്: പ്രസ്താവന 1 1974 1978 വരെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. പ്രസ്താവന 2 ഗരീബി ഘട്ടാവോ പരിപാടി നടപ്പിലാക്കി. പ്രസ്താവന 3 ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ചു. 1991 സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്, 3 ശരിയല്ല. ശരിയായ പ്രസ്താവനകൾ: ഈ നയങ്ങളെ സ്ഥിരീകരണ നടപടികൾ, ഘടനാപരമായ പരിഷ്കരണ നടപടികൾ എന്നിങ്ങനെ 2 ഗ്രൂപ്പുകളായി തരംതിരിക്കാം. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഹ്രസ്വകാല നടപടികളാണ് സ്ഥിരീകരണ നടപടികൾ. താഴെ പറയുന്ന ജോഡികളിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി സഹകരണ ബാങ്ക് LIC. LIC ഒരു ഇൻഷുറൻസ് സ്ഥാപനമാണ്, അതായത് ഒരു ഇൻഷുറൻസ് കമ്പനിയാണ് LIC. ഇൻഷുറൻസ് കമ്പനികൾ എന്ന് വെച്ചാൽ വ്യക്തികളുടെ ജീവനും സ്വത്തിനും സാമ്പത്തിക സംരക്ഷണം നൽകുന്ന സ്ഥാപനങ്ങളാണ് ഇൻഷുറൻസ് കമ്പനികൾ. ഇനി ശരിയായ ജോഡികളൊന്ന് നോക്കാം. ഇതൊക്കെയാണ് ശരിയായ ജോഡികൾ: ബാങ്കുകളുടെ ബാങ്ക് RBI, വാണിജ്യ ബാങ്ക് SBI, പുതുതലമുറ ബാങ്ക് ICICI. ലിസ്റ്റ് 1 നൽകിയിരിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ലിസ്റ്റ് 2 ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ശരി ഉത്തരം എഴുതുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഗതാഗതം തൃതീയ മേഖല, മത്സ്യബന്ധനം പ്രാഥമിക മേഖല, നിർമ്മാണം ദ്വിതീയ മേഖല. അടുത്ത ക്വസ്റ്റ്യൻ: അലോഹ ധാതുക്കളെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ സി അലോഹ ധാതുക്കൾ പ്രധാനമായും കാണപ്പെടുന്നത് ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലാണ്. അലോഹ ധാതുക്കളെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവനകളാണ്: കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവ അലോഹ ധാതുക്കളാണ്. ഇന്ത്യയിൽ മൈക്കയുടെ ശേഖരം കൂടുതലുള്ളത് ആന്ധ്രാപ്രദേശിലാണ്. അലോഹ ധാതുക്കളുടെ ഉൽപ്പാദനത്തിൽ ഇന്ത്യയിൽ പ്രധാനപ്പെട്ടത് മൈക്കയുടെ ഉൽപ്പാദനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ: നീതി ആയോഗിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ ബി നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനം ആണ്. നീതി ആയോഗിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകളാണ്: 2015
ജാനുവരി മാസം 1-ാം തീയതി രൂപീകൃതമായി. ഗ്രാമീണ തലം മുതൽ വിശ്വാസയോഗ്യമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള സംവിധാനം വികസിപ്പിക്കുക എന്നത് നീതി ആയോഗിൻ്റെ ഒരു പ്രധാന ഉദ്ദേശ്യമാണ്. സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണാ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക എന്നത് മറ്റൊരു ഉദ്ദേശ്യമാണ്. 2021-22 സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ അരി ഉൽപ്പാദനത്തിൽ ആദ്യ 3 സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 1 പശ്ചിമ ബംഗാൾ, 2 ഉത്തർപ്രദേശ്, 3 പഞ്ചാബ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് പൗരന്മാർക്ക് അവസര സമത്വം ഉറപ്പുവരുത്തുന്നത്? ഓപ്ഷൻ ബി 16. ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് റാഫേൽ യുദ്ധവിമാനം വാങ്ങിയത്? ഫ്രാൻസ്. ഇന്ത്യയിൽ എവിടെയാണ് ഡിസ്ട്രിക്ട് ഗുഡ് ഗവേണിംഗ് ഇൻഡെക്സ് ആരംഭിച്ചത്? ജമ്മു കാശ്മീർ. രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്? നിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? 1. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒരു പ്രാവശ്യം മാത്രമേ ഭേദഗതി വരുത്തിയിട്ടുള്ളൂ. ആമുഖത്തിൽ ഭേദഗതി വരുത്തിയത് 1976 42-ാം ഭേദഗതിയിലൂടെയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ച് ശരിയായത് ഏത്? ഓപ്ഷൻ സി 1ഉം 3ഉം. ശരിയായ പ്രസ്താവനകൾ: അംഗങ്ങളെ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഇവിടെ തന്നിരിക്കുന്ന തെറ്റായ പോയിന്റ് ഇതാണ്: 1/3 സീറ്റ് സ്ത്രീകൾക്ക് സംവരണം ചെയ്യുന്നു. സ്ത്രീകൾക്ക് 50% സീറ്റുകളാണ് സംവരണം ചെയ്തിട്ടുള്ളത്. അതാണ് കറക്റ്റ് പോയിന്റ്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 1ഉം 2ഉം ശരി, 3 തെറ്റ്. ശരിയായ പ്രസ്താവനകൾ: ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി സംഘടിപ്പിച്ചത്. ഇവിടുത്തെ തെറ്റായ പോയിന്റ് ഇതാണ്: ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം ചേർന്നത് 1947 ഓഗസ്റ്റ് 15-നാണെന്നുള്ളത്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം ചേർന്നത് 1946 ഡിസംബർ 9-നാണ്. ഒന്നുകൂടി കേട്ടോളൂ. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം ചേർന്നത് 1946 ഡിസംബർ 9-ന്. നഗരങ്ങളിലെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് എൻ്റെ കൂട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരുവനന്തപുരം. സംസ്ഥാന ആസൂത്രണ ബോർഡ് അധ്യക്ഷൻ ആര്? മുഖ്യമന്ത്രി. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? മെഡിസെപ്പ്. സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് ആര്? പ്രസിഡന്റ്. അടുത്ത ക്വസ്റ്റ്യനിൽ 3 പ്രസ്താവനകളുണ്ട്. അതിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി 2. രണ്ടാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. പ്രസ്താവന ഇതാണ്: വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ ബാലാമണി അമ്മയായിരുന്നു. ഇത് തെറ്റാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരിയാണ്. ഇനി ശരിയായ പോയിന്റ്സ് നോക്കാം. ശരിയായ പ്രസ്താവനകൾ: സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് 1996-ലാണ്. 2023 ജാനുവരിയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് പി സതീദേവിയാണ്. ഇപ്പോഴും ഇവരെ തന്നെയാണ് കേട്ടോ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പോഴും സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ പി സതീദേവി തന്നെയാണ്. ഇവിടെ കൊടുത്തിട്ടുള്ളവരിൽ 2022 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനാര്? ആന്റണി ഡൊമിനിക്. ഇപ്പോൾ 2024 ഇപ്പോഴത്തെ
മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ എസ് മണികുമാറാണ്. അതും കൂടെ ഓർത്ത് വയ്ക്കുക. നെഫ്രൈറ്റിസ് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? വൃക്ക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പിത്തരസത്തെക്കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ സി 1, 3. ശരിയായ പ്രസ്താവനകൾ: പിത്തരസത്തിൽ എൻസൈമുകളില്ല. പിത്തരസം ഭക്ഷണത്തെ ക്ഷാര ഗുണമുള്ളതാക്കുന്നു. പിത്തരസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കരളിലാണ്. അത് ഓർക്കാനായിട്ടൊരു ക്ലൂ പറഞ്ഞുതരാം. പിത്തരസത്തിൻ്റെ മറ്റൊരു പേരാണ് ബൈൽ. BILE, ബൈൽ. കരളിൻ്റെ മറ്റൊരു പേരാണ് ലിവർ. അപ്പം ബൈലിൻ്റെ ഇല്ലും ലിവറിൻ്റെ ലായും. ഇല്ലും ആയും ഏകദേശം ഒരുപോലെയല്ലേ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇൽ ലാ, ഇൽ ലാ. അപ്പം അങ്ങനെ ഓർത്താൽ മതി. ബൈൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ലിവറിലാണ്. ബൈല്, ലിവർ. അപ്പോൾ പിത്തരസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കരളിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ: വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയാണ് സീറോഫ്താൽമിയ. ലോക പ്രമേഹ ദിനമായി ആചരിക്കപ്പെടുന്നത് നവംബർ 14. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ശരിയായ രീതിയിൽ യോജിപ്പിച്ചിരിക്കുന്നവ ഏത്? ഓപ്ഷൻ സി 1, 4. ശരിയായവ: പൈനിയൽ ഗ്രന്ഥി മെലാട്ടോണിൻ, അഡ്രിനൽ ഗ്രന്ഥി കോർട്ടിസോള്. ശരിയല്ലാത്ത നമുക്ക് നോക്കാം. തൈറോയ്ഡ് ഗ്രന്ഥി ഇൻസുലിൻ, ആഗ്നേയ ഗ്രന്ഥി തൈമോസിൻ. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ തൈറോക്സിൻ ആണ്. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ തൈറോക്സിൻ. അതുപോലെ തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ തൈമോസിൻ. ഈ തൈമോസിനാണ് യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത്. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിൻ. ആഗ്നേയ ഗ്രന്ഥിയാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ആഗ്നേയ ഗ്രന്ഥി എന്ന് വെച്ചാൽ പാൻക്രിയാസ്. ആഗ്നേയ ഗ്രന്ഥി അല്ലെങ്കിൽ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഇൻസുലിൻ. എലിപ്പനിക്ക് കാരണമായ രോഗാണു ഏത്? ബാക്ടീരിയ. KARSAP, കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്ന പദ്ധതി നാടിന് സമർപ്പിക്കപ്പെട്ടത് എന്ന്? 2018 ഒക്ടോബർ. 2022 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം സ്വീഡൻ. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യയാണ്. അതുകൂടെ ഓർത്ത് വെച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 2 പ്രസ്താവനകളും ശരി. പ്രസ്താവനകൾ ഇതൊക്കെയാണ്: ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും മിഥ്യാപ്രതിബിംബമായിരിക്കും. ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബം ആയിരിക്കും. ഒരു മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ പ്രവർത്തനത്തിൽ പ്രധാനമായും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്ര തത്വം ഏത്? പാസ്കൽ നിയമം. 2 വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാകും? 4 മടങ്ങ്. മനുഷ്യനെ സ്പേസിൽ എത്തിക്കാനുള്ള ISRO പദ്ധതിയുടെ പേര്? ഗഗൻയാൻ. ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞൻ? ആൽബർട്ട് ഐൻസ്റ്റീൻ. ലിഥിയം ആറ്റത്തിലെ മൗലിക കണങ്ങളുടെ എണ്ണം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 3 ഇലക്ട്രോൺ, 3 പ്രോട്ടോൺ, 4 ന്യൂട്രോൺ. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ന്യൂട്രോണുകളുടെ എണ്ണം ഈസ് ഈക്വൽ ടു മാസ് നമ്പർ മൈനസ് ആറ്റോമിക നമ്പർ. മാസ് നമ്പർ എന്ന് പറയുന്നത് ഇവിടെ ഈ മുകളിൽ എഴുതിയിരിക്കുന്ന നമ്പറാണ് മാസ് നമ്പർ. താഴെ എഴുതിയിരിക്കുന്ന നമ്പറാണ് ആറ്റോമിക നമ്പർ. അപ്പോൾ ഇവിടെ മാസ് നമ്പർ എന്ന് പറയുന്നത് 7 ആണ്. ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ന്യൂട്രോണുകളുടെ എണ്ണം ഈസ് ഈക്വൽ ടു മാസ് നമ്പർ മൈനസ് ആറ്റോമിക നമ്പർ, ദാറ്റ് ഈസ് ഈക്വൽ ടു
7 - 3 = 4 ന്യൂട്രോൺ. ഇനി കണ്ടുപിടിക്കേണ്ടത് ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെ എണ്ണം. അത് വളരെ സിമ്പിളാണ്. ഈ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് തന്നെയാണ് പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെ എണ്ണം. അതായത് അത് മൂന്നും സെയിമാണ്. ആറ്റോമിക് നമ്പർ ഈസ് ഈക്വൽ ടു പ്രോട്ടോണുകളുടെ എണ്ണം ഈസ് ഈക്വൽ ടു ഇലക്ട്രോണുകളുടെ എണ്ണം. അത് മൂന്നും സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ ആറ്റോമിക് നമ്പർ 3 ആണ്. അതുകൊണ്ട് പ്രോട്ടോണുകളുടെ എണ്ണം 3 ആണ്. അതുപോലെ ഇലക്ട്രോണുകളുടെ എണ്ണവും 3 തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പീരിയോഡിക് ടേബിളിനെ പറ്റിയുള്ള പ്രസ്താവനകൾ വായിച്ച് ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 1 മാത്രം ശരി. ശരിയായ പ്രസ്താവന, ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുംതോറും ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു. അലൂമിനിയത്തിൻ്റെ അയിര് ഏത്? ബോക്സൈറ്റ്. ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ഇരുമ്പിൻ്റെ അയിരുകളാണ്. കലാമിൻ സിങ്കിൻ്റെ അയിരാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്ന നഗരം ബാംഗ്ലൂർ. ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിള മുകളിലേക്ക് വരുംതോറും, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, മർദ്ദം കുറയുന്നതിനാൽ കുമിളയുടെ വലിപ്പം കൂടുന്നു. കേരളത്തിൻ്റെ തനത് നൃത്തരൂപം ഏത്? മോഹിനിയാട്ടം. രാജാ രവിവർമ്മയുടെ സൃഷ്ടി അല്ലാത്തത് ഏത്? ഉമയുടെ തപസ്യ. ഋഗ്വേദവും വാൽമീകി രാമായണവും വിവർത്തനം ചെയ്ത മലയാള കവി ആര്? വള്ളത്തോൾ. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ ആണല്ലോ. അപ്പം വാൽമീകി രാമായണം രചിച്ചത് കൊണ്ടാണ് വള്ളത്തോളിനെ അങ്ങനെ വിളിക്കുന്നത്. വള്ളത്തോളാണ് കേരള വാൽമീകി എന്ന് അറിയപ്പെടുന്നത്. കപടലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണൻ പരാജയം. ആരുടെ വരികളാണിവ? കുഞ്ഞുണ്ണി മാഷ്. ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിളിക്കുന്ന നദി ഏതാണ്? പെരിയാർ. ക്രിക്കറ്റിൻ്റെ ഉത്ഭവം ഏത് രാജ്യത്താണ്? ഇംഗ്ലണ്ട്. ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ? ചങ്ങമ്പുഴ. വർദ്ധിച്ചുവരുന്ന ഓൺലൈൻ കുറ്റകൃത്യങ്ങളെയും ചൂഷണങ്ങളെയും കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ബച്പൻ ബചാവോ ആന്തോളനുമായി ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരെന്താണ്? കൂട്ട്. കമ്പ്യൂട്ടർ വിഭവങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തിയാൽ IT ആക്ട് 2000 ആൻഡ് 2008 ഏതു സെക്ഷൻ പ്രകാരമാണ് ശിക്ഷ നടപ്പിലാക്കുന്നത്? 66D. ഇന്ത്യയിൽ ദേശീയ സൈബർ സുരക്ഷാ ബോധവൽക്കരണ മാസം എന്നാണ്? ഒക്ടോബർ. കമ്പ്യൂട്ടറിലേക്ക് അക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ, സംഖ്യകൾ എന്നിവ ടെക്സ്റ്റ് രൂപത്തിൽ ഇൻപുട്ട് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം കീബോർഡ്. ഏത് തരംഗങ്ങളാണ് ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത്? റേഡിയോ തരംഗം. പ്രസ്താവന എ, നിയമസഭാ സ്പീക്കറുടെ കൈവശം ഉള്ള ഒരു വിവരവും വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാക്കേണ്ടതില്ല. കാരണം ആർ, പാർലമെന്റിൻ്റെയോ സംസ്ഥാന നിയമസഭയുടെയോ പ്രത്യേക അവകാശങ്ങളുടെ ലംഘനത്തിനു കാരണമായേക്കാവുന്ന വിവരങ്ങൾ പൗരന് വെളിപ്പെടുത്തി കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. എ തെറ്റാണ്, പക്ഷേ 6 ശരിയാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 3 മാത്രം. ശരിയായ പ്രസ്താവനകൾ: പുതുക്കിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019-2020 ജൂലൈ 20 മുതൽ പ്രാബല്യത്തിൽ വന്നു. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 മധ്യസ്ഥ തർക്ക പരിഹാര സംവിധാനത്തെ, മീഡിയേഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, 61 വയസ്സുള്ള എ വിഭാര്യനായ വ്യക്തി തൻ്റെ മക്കളായ എക്സ് പുരുഷൻ 31 വയസ്സ്, വൈ സ്ത്രീ വിവാഹിത 28 വയസ്സ്, ഇസഡ് ആൺകുട്ടി 15 വയസ്സ് എന്നിവർക്കായി തൻ്റെ സ്വത്ത് സമ്പാദ്യങ്ങൾ മുഴുവൻ തുല്യമായി വീതിച്ചു നൽകിയിട്ടുണ്ടെങ്കിൽ സ്വയം പരിപാലിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ അദ്ദേഹത്തെ പരിപാലിക്കാനുള്ള കടമ ആർക്കാണ്? ഓപ്ഷൻ ബി, എക്സിനും വൈക്കും തുല്യമായിട്ട്. ഇസഡ് എന്ന് പറയുന്നത് കുട്ടിയാണല്ലോ. 18 വയസ്സിൽ താഴെയുള്ള എല്ലാവരെയും കുട്ടികളായിട്ടല്ലേ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം ഇസഡിനെ ഒഴിവാക്കിയത്. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005 19-ാം വകുപ്പ് പ്രകാരം മജിസ്ട്രേറ്റ് പുറപ്പെടുവിക്കുന്ന താമസ ഉത്തരവ് പ്രകാരം ഏതൊക്കെ
നിവർത്തികളാണ് പരാതിക്കാരിക്ക് ലഭ്യമായിട്ടുള്ളത്? ഓപ്ഷൻ ഡി എയും ബിയും. ശരിയായ പ്രസ്താവനകൾ: പരാതിക്കാരിക്ക് നിയമപരമായി അവകാശമില്ലെങ്കിലും എതിർ കക്ഷിക്കൊപ്പം പങ്കുപാർത്ത വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കുകയോ താമസിക്കുന്നത് ശല്യം ചെയ്യുകയോ ചെയ്യുന്നതിനെ വിലക്കിയുള്ള ഉത്തരവ്. പങ്കുപാർത്ത വീട് വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ മറ്റേതെങ്കിലും വിധത്തിൽ അന്യാധീനപ്പെടുത്തുന്നതിനോ എതിർ കക്ഷി ശ്രമിക്കുന്നതിനെ വിലക്കാനുള്ള ഉത്തരവ്. ഓപ്ഷൻ സി ഇതാണ്. അത് തെറ്റായ പോയിന്റാണ്. എതിർ കക്ഷിയുടെ മാതാപിതാക്കളെ പങ്കുപാർത്ത വീട്ടിൽ നിന്നും പുറത്താക്കാനുള്ള ഉത്തരവ്. അങ്ങനത്തെ ഉത്തരവൊന്നും ആർക്കും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. എതിർ കക്ഷിയുടെ മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനൊന്നും പറ്റത്തൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ: ലൈംഗിക അതിക്രമത്തിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമം 2012 പ്രകാരം കുട്ടി എന്ന് വെച്ചാൽ ആരാണ്? 18 വയസ്സിൽ താഴെയുള്ള ഒരു വ്യക്തി. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ നിലവിൽ ആരാണ്? മിസിസ് രേഖ ശർമ്മ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ: സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ സി 29 and 30. ഓക്കെ, മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. മാത്സിൻ്റെ വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ എടുക്കാം. ഇപ്പോൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. വീഡിയോ എടുത്തു കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്